ഈ പൈസ ഒക്കെ കടം മേടിക്കുന്നത് എവിടെ നിന്നൊക്കെയായിരുന്നു? ഫോണിൽ നിന്ന് എടുക്കുമായിരുന്നു പൈസ. അതായത് എന്താ അത്? എന്താ ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ഫോൺ ആപ്പ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ല നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ സബ്സ്ക്രൈബിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ നിങ്ങളൊന്ന് കിണുകിണ അടിച്ചിട്ട് പേഴ്സണലൈസ്ഡ് മാറ്റിയിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട കിട്ടും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഓക്കെ, ഇനി വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമൻറ്റ് ഇടുക, കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റ് ആയിട്ട് ഇടുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ വെഞ്ഞാറമ്മൂട് അഫാൻ എന്ന് പറയുന്നൊരു പയ്യൻ തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും തൻ്റെ അനിയനെയും തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തലക്കടിച്ച് കൊന്നു. താൻ പ്രേമിച്ച പെണ്ണിനെ ഉൾപ്പെടെ തലക്കടിച്ച് കൊന്നൊരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് 24-നകത്ത് അവരുടെ അമ്മ, അതായത് ഈ അഫാൻ്റെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ പോലെ വന്നിട്ടുണ്ട്. ഈ അമ്മ ആദ്യം തൊട്ടേ മകനെ രക്ഷിക്കാനായിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ഓർമ്മയില്ല, അവനെ രക്ഷിക്കണം, അവനെ ഇറക്കാൻ പറ്റുമോ സാറേ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ അമ്മ ഇപ്പോൾ പോലീസിന് കറക്റ്റായിട്ടുള്ള മൊഴി കൊടുത്തു. ഇപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ 24 ന്യൂസിൽ സംസാരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഈ വിഷയത്തിൽ ഈ അഫാനുമായിട്ട് വിഷയത്തിൽ നമ്മളധികം സംസാരിച്ചിട്ടേ ഇല്ല. ഇതിനകത്തൊരു റിലവൻറ്റ് പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് എടുക്കുന്നത്. മറ്റേത് റിലവൻ്റ് അല്ലെന്നല്ല കേട്ടോ, നമ്മൾ പറയേണ്ടതെന്ന് ചിന്തിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം. ഈ വീട്ടിലെ എല്ലാ വിഷയങ്ങളും അഫാൻ അറിയാമായിരുന്നു? വീട്ടിലെ എല്ലാ വിഷയവും അഫാൻ അറിയാം. നമുക്ക് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല, കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാരൻ എല്ലാവരുടെയും തലയടിച്ച് പൊട്ടിച്ച് അവരെല്ലാം വധിച്ചതിൻ്റെ പിന്നിലെ കാരണമായിട്ട് പറയപ്പെടുന്നത് വലിയ രീതിയിലുള്ള കടബാധ്യതകളുണ്ട്. ഈ കടബാധ്യതകൾ വീട്ടാൻ വകുപ്പില്ലാത്തത് മൂലമാണ് തലയടിച്ച് പൊട്ടിച്ചതെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരെല്ലാം വധിച്ചതെന്നാണ് പറയുന്നത്. താൻ പ്രേമിച്ച പെണ്ണിനെ ഉൾപ്പെടെ തന്ന പൈസ തിരിച്ചു വെച്ചാണ് കാമുകി ഉൾപ്പെടെ കൊന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കടങ്ങളില്ല എന്നാണ് ഈ അമ്മ ഇപ്പോൾ പറയുന്നത്. അന്ന് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് 60 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു, അങ്ങനെ കടമുണ്ടായിരുന്നു, ഇങ്ങനെ കടമുണ്ടായിരുന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അമ്മ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഒരു 20-25 ലക്ഷം രൂപയുടെ കടമുള്ളതാണ്. നിങ്ങളെക്കാട്ടിലും കടമുണ്ട് എനിക്ക്. ഞാൻ ആരുടെയൊക്കെ തലയടിച്ച് പൊട്ടിക്കണം? അങ്ങനെയാണെങ്കിൽ തലയടിച്ച് പൊട്ടിയിൽ ഒന്നിനും ഒരു ഇതല്ല കേട്ടോ. ബാക്കി പറയും കേൾക്കട്ടെ. അവനറിയാം, എൻ്റെ മോനറിയാം, നമുക്ക് 3 പേർക്കും അറിയാം. 3 പേരും ഒരുപോലെയാണ് അവിടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര രൂപയുടെ കടമുണ്ടായിരുന്നു ഉമ്മയുടെ ഓർമ്മയിൽ? 10-25 ലക്ഷം രൂപയുടെ കടമുണ്ട്. അത് എങ്ങനെയാണ് ഉമ്മ വന്നത്? നമ്മൾ ഈ ഇപ്പോൾ ഈ 25 75 പറയുന്നത് എനിക്ക് ക്ലിയർ ഇല്ല. 25 നിങ്ങൾ എന്നെക്കാട്ടിലും കടത്തിൽ കുറവാണ്. ഈ 75 അത്ര എനിക്കില്ല കേട്ടോ. ഇനി നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒന്നടങ്കം നോക്കുമ്പോഴത്തേനും ഈ ഉമ്മ സ്ഥിരമായിട്ട് പറയുന്നത്, ഷെമി എന്നാണ് ഇവരുടെ പേര്, ഇവർ സ്ഥിരമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് 3 പേർക്ക് അറിയായിരുന്നു, ഞങ്ങൾ 3 പേര് സ്നേഹത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ 3 പേർക്ക് ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇവരും ഇവരുടെ മകനും ഇവരുടെ 2 മക്കളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് നിന്നിരുന്നത്. ഈ മക്കൾക്കും ഈ അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും ഇവർ ഞങ്ങൾ 4 പേരെന്ന് കോട്ട് ചെയ്യുന്നില്ല, ഇവരുടെ ഹസ്ബൻഡിനെ ഇവർ കോട്ട് ചെയ്യുന്നില്ല. എല്ലായിടത്തും ഞങ്ങൾ 3 പേര്, ഞാനും എൻ്റെ മക്കളും എന്നുള്ള രീതിയിൽ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഈ അഫാൻ്റെ അച്ഛൻ വന്നിട്ട്, അല്ലെങ്കിൽ വാപ്പ വന്നിട്ട് ഈ ഇവിടെ ഇത്രയും കടബാധ്യതകളുള്ളത് പുള്ളി അറിഞ്ഞില്ല എന്ന് പറയുന്നതിനെ നമുക്ക് സാധൂകരിക്കുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് അച്ഛനോട് ഇവർ ഈ കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പുള്ളിക്ക് അവിടെ വേറെ കടമുണ്ട് കേട്ടോ. ലോൺ എടുത്തതൊക്കെയാണോ? ലോൺ എടുത്തത്, പലിശ കൊടുത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പലിശയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരുടെ വീട് വിറ്റാൽ തീരാവുന്ന കടങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കടബാധ്യതകൾ മാത്രമേ ഇവർക്കുള്ളൂ. അല്ലാതെ ഇവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊന്നും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതോട് സമാനമായ സംഭവങ്ങൾ പലയിടത്തായിട്ട് സംഭവിച്ചു വരുന്നിട്ടുണ്ട്. മകൻ അമ്മയെ തൂക്കിക്കൊല്ലാൻ നോക്കിയിട്ട് മകൻ ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം കടബാധ്യതകളാണ് ഇതിൻ്റെ മെയിൻ സാധനം. ബേസിക്കായിട്ട് നമ്മുടെ കയ്യിൽ ദുട്ടുണ്ടെങ്കിലേ നമ്മുടെ ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മണി കാണ്ട് ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. പക്ഷേ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്ത് വാങ്ങണേലും നമ്മുടെ നാട്ടിൽ പണം വേണം. അത് ശരിക്കും അനുഭവിച്ച ഒരുത്തനാണ് ഞാൻ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. ബാക്കി നമുക്ക് ഉമ്മയ്ക്ക് പറയാനുള്ളത്. ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ടിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സാറിന്മാരെ മുതിർന്ന സാറുകളൊന്ന് എല്ലാവരെയും കൊണ്ട് നടത്തി ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. അഫാനും ഉണ്ടായിരുന്നു. അഫാൻ അടിക്കാൻ ഇറങ്ങിയതാണ് ആളില്ല.
അതായത് അവിടെ ഒരു ബാങ്കിൽ ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. അന്ന് രാവിലെ ഈ ബാങ്കിൻ്റെ ആളുകൾ അവിടെ വന്നു. ബാങ്കിൻ്റെ ആളുകൾ അവിടെ വന്നിട്ട് പണം അടയ്ക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യും, നിങ്ങളെല്ലാം നിരത്തി വെച്ച് ഫോട്ടോ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ആ സമയത്ത് അഫാൻ അവിടെ ഉണ്ടായിരുന്നു. അഫാൻ അവരെ അടിക്കാൻ ചെന്നു. അപ്പോൾ ഈ അക്രമ സ്വഭാവം പുള്ളി അന്നേരം കാണിക്കുന്നുണ്ട്. പുള്ളി ഓൾറെഡി കാണിക്കുന്നുണ്ട്. നമ്മൾ കുറേ ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചു, നമ്മുടെ അവസ്ഥ കൊണ്ടോ അവസ്ഥ കേടുകൾ കൊണ്ടോ നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല. അടയ്ക്കാൻ സാധിക്കാത്ത സമയത്ത് ഇവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ അവരുടെ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോഴത്തേനും അവിടെ തന്നെ ഒരു ആക്രമണ സ്വഭാവമാണ് പുള്ളിക്കാരൻ കാണിച്ചത്. അപ്പോൾ പുള്ളി ഓൾറെഡി ഒരു വയലൻസ് മെൻറ്റാലിറ്റി ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ജപ്തി ചെയ്യുന്നതുകൊണ്ടായിരിക്കും അല്ലേ? നമുക്ക് ഈ സഹിക്കാൻ പറ്റാത്ത കടമുണ്ടായിരുന്നു, അത്രയ്ക്കധികം കടമുണ്ടായിരുന്നു? ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയൊക്കെ ഉള്ളായിരുന്നു കടങ്ങൾ. ഉമ്മ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉമ്മ എന്താ അറിഞ്ഞോ? എനിക്ക് എന്നെ കൊച്ചു അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റല്ല വിശ്വസിക്കാൻ. എനിക്ക് പറ്റില്ല അത് വിശ്വസിക്കാനൊക്കെ. ഇത് ആ ഒരു അമ്മയുടെ വിഷമമാണ്. ഈ വിഷമത്തെ നമ്മൾ മാനിക്കുന്നു. ഇതിനകത്ത് ഈ അമ്മ ഓൾറെഡി പറയുന്നുണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കടങ്ങൾ ഉള്ളായിരുന്നു എന്ന് 2-3 തവണ ഇവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല തൻ്റെ 2 മക്കളും ഒരേപോലെ ഇനി കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. ഒരാൾ മരണപ്പെട്ടു, ഒരാൾ മകനെ കൊന്നിട്ട് ജയിലിൽ പോയി എന്നൊക്കെ ഉള്ളത് ഒരു മാതാവായിട്ട് അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോഴും കുറേ സമയത്ത് അവരെനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേ ബി തലക്കിട്ട് അടി കിട്ടിയപ്പോഴത്തേനും അല്ലെങ്കിൽ മോൻ കഴുത്തിന് മുറുക്കിയിട്ട് അടി കിട്ടിയപ്പോഴത്തേനും മറന്നു പോയിട്ടുണ്ടാകാം. അങ്ങനെ മറന്നു പോകും. ഞാൻ പണ്ടെൻ്റെ ഒന്ന് സൈക്കിളിൽ നിന്ന് വീണ്ട് കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖത്തൊക്കെ ബ്ലഡ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ വീണതും മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് ഇവർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആൾ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് മുഖം കഴുകാരെന്നൊക്കെയാണ്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. സോ അത് യാഥാർത്ഥ്യമാകാം. പക്ഷേ കുറേ കാര്യങ്ങൾ ഈ ഉമ്മ മനഃപൂർവ്വമായിട്ട് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, രാവിലെ നമ്മൾ കഴിച്ചത് ഇതൊക്കെയാണ്, മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ എനിക്ക് അത് ഓർമ്മയില്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോഴും ഒരുപാട് ഓപ്പൺ ആകുന്നില്ല. മീഡിയയോട് അങ്ങനെ ഓപ്പൺ ആവേണ്ട കാര്യമില്ല, പോലീസിനോട് ഓപ്പൺ ആയാൽ മതി. അഫാനൊന്നും പറഞ്ഞിരുന്നോ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ചോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഈ അഫാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ കാര്യം? ഈ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന? ഫോണൊക്കെ ഉപയോഗിക്കും, രായും പകലും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. അതായത് അഫാൻ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കും. മൊബൈലിന് അഡിക്റ്റ് ആണോ, അത് ഏതെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇടപാട് ഫോണിൽ കൂടെ ഉണ്ടോ, ഏതെങ്കിലും ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഇതാണ് നമ്മൾ ഈ സംസാരിക്കുന്നതിനകത്ത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഈ മകൻ അധികമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. നമ്മളിൽ മെജോറിറ്റി ആളുകളും ചെയ്യുന്നൊരു തെറ്റ് അഫാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ എങ്ങനെയായിരുന്നു എൻ്റെ 2 പേരുടെ 3 പേരുടെ നമ്മൾ 3 പേരും നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. ഇപ്പോഴും കണ്ടോ, നമ്മൾ 3 പേര് ഭയങ്കര സ്നേഹത്തിലാണ് കഴിയുന്നത്. മകനോട് സ്നേഹമാണ്. അച്ഛനെ വീണ്ടും അവരച്ഛനെ ഒരു അംഗമായിട്ട് കൂട്ടിയിട്ടേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ ഒരിടത്തും അച്ഛൻ്റെ കാര്യം പറയുന്നില്ല, അവരുടെ വാപ്പയുടെ കാര്യവും മിണ്ടുന്നില്ല, അങ്ങനെ ഒരാളെ അംഗീകരിച്ച് പോലും കൊടുക്കുന്നില്ല. നമ്മൾ 3 പേര് ഫാമിലി. അതുകൊണ്ടായിരിക്കാം ഈ അമ്മ ആ മകനുമായിട്ട് അധികമായിട്ട് അറ്റാച്ച്ഡ് ആയി. അച്ഛൻ കുറേ നാളുകൊണ്ട് വിദേശത്ത് പെട്ട് കിടക്കുകയാണ്. പിന്നെ എൻ്റെ കൊച്ചിന് എന്തൊരു പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫർസാന എന്നൊരാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ല. ഫർസാന പുറത്തുനിന്നുള്ള ഒരാളാണ്. ഈ ഫർസാനയുടെ കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കൊണ്ട് അവർ പരിചയക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പരിചയമുള്ള 2 പേര്. ഈ ഫർസാനയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നോ? അപ്പന് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഈ ഫർസാന എന്ന് പറയുന്ന ഈ കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടിരുന്നത്. ഈ കുട്ടിയെയും കൂടെ ഇദ്ദേഹം വധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നത് അവനുമായിട്ട് 2 വർഷം കൊണ്ടറിയാം, അവനുമായിട്ട് വഴക്കൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഈ ഉമ്മയ്ക്ക് അറിയില്ല. ഈ ഉമ്മയുടെ മകനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ട് മകൻ്റെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഈ ഉമ്മയ്ക്ക് അറിയാമെന്നാണ് തോന്നുന്നത്. ഇനി അനിയൻ്റെ കാര്യം വരുമ്പോഴത്തേനും അനിയനെ നന്നായിട്ട് അറിയാം. അനിയനുമായിട്ട് യാതൊരു പ്രശ്നമില്ല, അനിയനുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. അതായത് തന്നെ സ്നേഹിച്ച, തൻ്റെ കൂടെ നിന്ന, തനിക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെയാണ് ഈ പുള്ളിക്കാരൻ കയറി ഉപദ്രവിച്ചത്. ഈ പുള്ളിക്കാരന് അക്രമം കാണിക്കാനുള്ളൊരു മനസ്സ് നേരത്തെയും കാണിച്ചതായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ബേസിക്കലി പുള്ളിയുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് 1 പറഞ്ഞ് 2 ആക്രമിക്കുക എന്നൊരു ചിന്ത. കാരണം പുള്ളി എവിടെയോ മറ്റു തരത്തിലുള്ള നമ്മൾ ഈ അക്രമം അഴിച്ചുവിടുന്ന തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതായിട്ട് ഒന്നും അറിവ് കിട്ടിയിട്ടില്ല. സോ പുള്ളിയുടെ മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത്ത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പുള്ളി അനുഭവിച്ച ഡിപ്രഷനോ അല്ലെങ്കിൽ ഇതുമൂലം എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടായി മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്കറിയില്ല. ഇതിനകത്ത് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഉമ്മ തല താത്തിയിരുന്ന് വേറെ എന്തൊക്കെയോ പറയുന്നത്. അതിനകത്ത് എന്തോ ഹൈഡ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവണമെന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേന് ഇവർ ഭയങ്കരമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി ഈ മകൻ ഫോൺ ഉപയോഗിക്കുന്ന കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് തരത്തിലുള്ള ആപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ലോൺ തരാം, കടം തരാം, എന്നാൽ എടുത്തോ തിരിച്ച് തന്നിട്ട് പിന്നെ എടുത്തോ എന്ന് പറയുന്ന തരുന്ന ആപ്പുകളുണ്ട്. ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഇവിടെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പണം അടച്ച് തീർത്താലും ഇവർ വീണ്ടും
നമ്മളടുത്ത് പണം ആവശ്യപ്പെടും. നമ്മുടെ ഫോണിൻ്റെ ക്യാമറ പെർമിഷൻ നമ്മൾ അലോ ചെയ്യും, സ്റ്റോറേജ് പെർമിഷൻ നമ്മൾ അലോ ചെയ്യും, കോൺടാക്ട് പെർമിഷൻ നമ്മൾ അലോ ചെയ്യും. ഈ സാധനങ്ങളെല്ലാം ഇവരെടുത്തിട്ട് ഇവരത് മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആപ്പുകളെല്ലാം നിരോധിക്കണം, ഇവർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അതിലേക്ക് നമുക്ക് വരാം. ഈ ഉമ്മ പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട്. ഏതെങ്കിലും ഈ പൈസ ഒക്കെ കടം മേടിക്കുന്ന എവിടെ നിന്നൊക്കെയായിരുന്നു? ഫോണിൽ നിന്ന് എടുക്കുമായിരുന്നു പൈസ. അതായത് എന്താ അത്? എന്താ ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ഫോൺ ആപ്പ്. അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു? അതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, മറന്നുപോയി. എത്ര രൂപ എടുത്തിട്ടുണ്ടോ അവിടുന്ന്? അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു. കുറെ പൈസ എടുക്കുമായിരുന്നു? അതും അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു പൈസ. ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുമായിരുന്നല്ലേ? അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടല്ലോ? അല്ല, വിളിക്കുമായിരുന്നു. അന്ന് വിളിച്ചായിരുന്നു, ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു അവര്. കണ്ടോ, ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ അമ്മ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും അറിയില്ല, ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മ ഇതാക്കുന്നുണ്ട്. ഒരു പക്ഷേ വിഷമമാകാം, ഒരു പക്ഷേ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാകാം. ഇതൊന്നും തലയ്ക്കകത്ത് കയറി കണ്ടുപിടിക്കാനുള്ള സെൻസൊന്നും നമുക്കില്ലല്ലോ. നുണപരിശോധന പോലത്തെ സാധനങ്ങളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫോണുകളിൽ നിന്നും പലതരം ആപ്പുണ്ട്. ക്രെഡിറ്റ് ബി, മാങ്ങ, തേങ്ങ, മറച്ചെന്ന് പറഞ്ഞ കുറേ ആപ്പുകളുണ്ട്. ഇതിൽ നിന്നും പണം എടുക്കുന്നവർ സൂക്ഷിക്കുക. അതിലേക്ക് നമുക്ക് വരാം. ഉമ്മ ബാക്കിയോട് പറയട്ടെ. അതായത് ഈ 24-ാം തീയതി 24-ാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്ന് വിളിച്ചായിരുന്നു. ഇപ്പൊ അപ്പാന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. തലേദിവസം വിളിച്ച് പറഞ്ഞു ഇനി ഇത്രയും ദിവസം വരെ കറക്റ്റ് ആയിരുന്നല്ല, പിന്നെ അടയ്ക്കാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അടയ്ക്കാൻ, പിറ്റേന്ന് അടയ്ക്കാന്ന് പറഞ്ഞു. ഫോൺ ആപ്പ് ഫോൺ ആപ്പാണ്. അത് തന്നെ. ടെൻഷൻ ഉണ്ടായിരുന്നു അഫാൻ ആ സമയത്ത് തലേദിവസം വിളിക്കുമ്പോഴൊക്കെ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ച മക്കളെ ഏതെന്ന് വെച്ചാൽ പറഞ്ഞ ഫോൺ ആപ്പ് ചെയ്താണ് പൈസ എടുത്തത് എന്തെന്നാ പറഞ്ഞു തന്നിട്ട്. പിതാവിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ ലത്തീഫ്. അതാണ് ബേസിക്കലി ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുന്നവർ നിങ്ങൾ ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതൊക്കെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുന്നുള്ളത് നോക്കുക. അതായത് നമ്മുടെ വാട്സപ്പ് ആകുമ്പോഴത്തേന് ഈ അവർക്ക് ലൊക്കേഷൻ വേണം, ക്യാമറ വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം. സ്വിഗ്ഗിക്ക് ലൊക്കേഷൻ മതി. സ്വിഗ്ഗിക്ക് എന്തിനാണ് ക്യാമറയുടെ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത്? സ്വിഗ്ഗിക്ക് എന്തിനാണ് നമ്മുടെ സ്റ്റോറേജ് പെർമിഷൻ വേണ്ടുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ആപ്പിൻ്റെ പെർമിഷൻസ് എല്ലാം ഗ്രാൻഡ് ചെയ്യാനായിട്ട്. രണ്ടാമത്തത്, ഇത്തരത്തിൽ നമ്മൾ ലോണുകളായിട്ട് എടുക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം പോകേണ്ടത്. ബാങ്കുകളായാലും മറ്റെല്ലാം. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സാധനങ്ങളുടെയൊക്കെ റെഗുലേറ്ററി അതോറിറ്റിയാണ് RBI എന്ന് പറയുന്നത്. ഈ RBIയുടെ മേൽനോട്ടത്തിൽ വരുന്ന ആപ്പുകളൊന്നും അല്ല ഇതൊന്നും. RBIയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്, നബാർഡിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെ സെബിയുടെ അണ്ടറിൽ മറ്റേ സ്റ്റോക്കും മാർക്കറ്റും എക്സ്ചേഞ്ചും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള ആപ്പുകൾക്ക് യാതൊരു തരത്തിലുള്ള റെഗുലേറ്ററി ബോഡിയും ഇല്ല. അവർ തരുന്നതാണ് എമൗണ്ട്, അവർ പറയുന്നതാണ് EMI, അവർ പറയുന്നതാണ് പെർസെൻറ്റേജ്, അവർ പറയുന്നവർ നമ്മൾ അടക്കണം. ഇത്തരത്തിലുള്ള ഒരുപാട് ഉടായ്പ ആപ്പുകൾ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട്. സോ നമുക്ക് പണത്തിന് മുട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇതിനെല്ലാം സ്വാധീനിക്കും. നമ്മൾ ഇതിൽ നിന്ന് പൈസ മേടിക്കും. സിബിൽ കുറവാണെങ്കിൽ കൂടുതൽ പലിശയ്ക്ക് തരും, സിബിൽ കൂടുതലാണെങ്കിൽ കുറഞ്ഞ പലിശയ്ക്ക് തരും. ഇതെല്ലാം നമ്മൾ മറ്റൊരു ലോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ NOC ചോദിക്കുമ്പോഴൊക്കെയാണ് ഇതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ നിങ്ങൾക്ക് മാക്സിമം ലോൺ വേണമെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളിൽ നിങ്ങൾ നേരിട്ട് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് മാക്സിമം ലോണുകൾ എടുക്കാൻ ശ്രമിക്കുക. ഈ നിധി ലിമിറ്റഡ് ഒക്കെ ഒരു ബോഡി അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് എടുക്കാം. അല്ലാതെ ഞാൻ ചുമ്മാ ഒരു പെട്ടിക്കട ബാങ്ക് അങ്ങ് തുടങ്ങി വന്ന പൈസ തരാം ആ സെറ്റപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഇത്തരത്തിലുള്ള ഓൺലൈൻ ഫ്രോഡുകൾ ഒരുപാട് പല തരത്തിൽ നടക്കുന്നുണ്ട്. അതിലൊന്നും പോയി പെടാതിരിക്കുക സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, ഞാനിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കടബാധ്യത കൂടുമ്പോൾ കൂടുള്ളവരുടെ മണ്ട അടിച്ച് പൊട്ടിക്കുന്നതല്ല അതിനുള്ള സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനിവിടെ എത്ര തലയടിച്ച് പൊട്ടിക്കണമെന്നറിയുമോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.